നമസ്കാരം. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഈഴവ ക്രിസ്ത്യൻ വോട്ടുകൾ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ഇത്രയും കാലത്തിനിടയിൽ എപ്പോഴും പലതരത്തിലുള്ള പ്രചരണങ്ങളിലൂടെ LDF-ഉം UDF-ഉം കൃത്യമായിട്ട് ഈ വോട്ടുകൾ വലിയ തരത്തിൽ BJP-യിലേക്ക് പോകാതിരിക്കാനുള്ള പല തന്ത്രങ്ങളും പയറ്റിയിട്ടുണ്ടായിരുന്നു. അതിലവര് ഒരുപാട് തവണ വിജയിച്ചു. എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ ഘട്ടങ്ങളിലും വിജയിച്ചു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇത് കൃത്യമായിട്ട് നിരീക്ഷിച്ച് പരീക്ഷിച്ച് ഓരോ ഘട്ടത്തിലും എന്തുകൊണ്ടാണ് കേരളത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ക്ലച്ച് പിടിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതെന്ന് കേന്ദ്ര നേതൃത്വം അടക്കം പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് അവർ കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഉത്തരം കേരളത്തിലെ പ്രബല സാമുദായിക സംഘടനയായിട്ടുള്ള SNDP അല്ലെങ്കിൽ ഈഴവ സമുദായം, ഈ സമുദായത്തിന്റെ വോട്ടുകൾ പല ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിലും ഇടതുപക്ഷത്തിനും UDF-നും കൃത്യമായിട്ട് അവർക്ക് ഒരു വിജയത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായിട്ട് ഇത് മാറിയിട്ടുണ്ടായിരുന്നു. അത് പാലക്കാടാണെങ്കിലും ആലപ്പുഴയാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഇതേ സാഹചര്യങ്ങൾ നിലനിൽക്കുകയായിരുന്നു. പക്ഷെ ഈ ഒരു സാഹചര്യത്തെ കൃത്യമായിട്ട് പൊളിച്ചെഴുതാൻ BJP-ക്ക് സാധിച്ചത് ഈ ഘട്ടമാണ്. അത് ഈഴവ വോട്ടുകൾ മാത്രമല്ല, ക്രിസ്ത്യൻ മതവിഭാഗത്തിലെ ഒരു വലിയ ശതമാനം വോട്ടും ഇത്തവണ BJP-ക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും പ്രമുഖരായിട്ടുള്ള മാധ്യമ ശൃംഖലയിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന ആളുകളാണെങ്കിലും ഇവരെല്ലാവരും ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. വിഷയം ഒന്ന് മാത്രമാണ്: എന്തുകൊണ്ടാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഈഴവരുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ട് വലിയ തരത്തിൽ സംഘടിതമായിട്ട് എത്തുന്നത്? നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളുടെയും ഭരണം കൈയാളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഹൈന്ദവ സമൂഹത്തിന്റെ വോട്ട് കൊണ്ട് മാത്രമാണോ BJP ഇത്രയും കാലം ഇവിടെ പിടിച്ചു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും ഗോവ പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെയുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് അത് പല ഘട്ടങ്ങളിലായിട്ട് BJP-ക്ക് അധികാരം പിടിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലയിലേക്ക് എത്തി. ഇതിപ്പോ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ശരാശരി അവിടുത്തെ ഒരു അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുക്കി മേത്തി വിഭാഗങ്ങൾ, ഈ രണ്ട് വിഭാഗത്തിലും ക്രൈസ്തവരുണ്ടെങ്കിൽ പോലും കുക്കി വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഉള്ളത്. ഈ കുക്കി വിഭാഗത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വട്ടം നടന്ന മണിപ്പൂർ നിയമസഭയിലേക്ക് 7 MLA-മാർ BJP-ക്കുള്ളത് കുക്കി വിഭാഗത്തിൽ നിന്നുള്ള ക്രിസ്ത്യാനികളാണെന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. എന്തുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് വടക്കേ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അടക്കം കൃത്യമായിട്ട് BJP-യുടെ പോക്കറ്റിലേക്ക് എത്തി എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിർണായകമായിട്ടുള്ളത് BJP വടക്കേ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി മോദിയുടെ മാസമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് അവിടെ നടന്നിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ കാക്കുന്ന സൈനികർ ഒരുപാട് ആളുകൾ ഈ വടക്കേ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ട്. ഇപ്പൊ മ്യാൻമർ അടക്കമുള്ള പല സംസ്ഥാനങ്ങളും ബംഗ്ലാദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ രാജ്യങ്ങളുടെ എല്ലാം അതിർത്തി പ്രദേശങ്ങൾ കാക്കുന്നവരാണ്. പല ഘട്ടങ്ങളിൽ പല രീതിയിലുള്ള സംഘർഷങ്ങളും വിഷയങ്ങളുണ്ടാകുമ്പോൾ ഒരു റോഡ് പോലും UPA സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ സമയങ്ങളിൽ പോലും കൃത്യമായിട്ട് നിർമ്മിച്ചെടുക്കാൻ സാധിച്ചിരുന്നില്ല. യുദ്ധകാലാടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി സർക്കാരാണ് അധികാരത്തിൽ 2014 മുതൽ അല്ലെങ്കിൽ ഈ 2024 എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഈ സംസ്ഥാനങ്ങളിൽ മികച്ച രീതിയിലുള്ള പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ നടത്താനും അതുവഴി ഈ സംസ്ഥാനങ്ങൾ മുഴുവൻ നമ്മുടെ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകങ്ങൾ തന്നെയാണെന്നുള്ളത് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ജനങ്ങളെ ബോധ്യപ്പെട്ടു. അപ്പൊ ഇതുകൊണ്ട് മനസ്സിലായിരിക്കുന്നു UPA എന്ന് പറയുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാലോ അവിടെ നിന്ന് ഉണ്ടാകുന്ന MP-മാരോ MLA-മാരോ ആരും തന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിലുള്ള മാർഗരേഖയും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത്. അപ്പോ ഈ വിഷയങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും BJP-ക്ക് ഭരിക്കാനുണ്ടായ സാധ്യത വരുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ഗോവയിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് തുടരെ വരുന്ന അവിടുത്തെ BJP സർക്കാരിന് കൃത്യമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കാണുന്ന കേരളത്തിലെ ക്രിസ്ത്യൻ ജനസമൂഹം, ഈ ക്രിസ്ത്യൻ ജനസമൂഹത്തെ ഈ തവണയും മണിപ്പൂർ വിഷയം പറഞ്ഞുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്. അത് പ്രധാനമായിട്ട് BJP-ക്ക് ഏറ്റവും വലിയ വിജയ സാധ്യത കൽപ്പിച്ചിരുന്ന അല്ലെങ്കിൽ വിജയിക്കുമെന്നുള്ള ഇപ്പോ വിജയിച്ചു എന്നുള്ള രീതിയിൽ തന്നെയുള്ള തൃശ്ശൂർ എന്ന് പറയുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി പോലെയുള്ള ഒരു വ്യക്തി, അവിടെ മതേതരത്വത്തിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തി, ആ വ്യക്തി ഇവിടെ സ്ഥാനാർത്ഥിയായ സമയത്ത് ഇതിനെ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മണിപ്പൂർ മറക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില കൺവെൻഷനുകൾ ഇരിഞ്ഞാലക്കുട പോലെയുള്ള ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ വലിയ തരത്തിൽ അവർക്ക് വോട്ട് ബാങ്കുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ പോലും CPM-ഉം അല്ലെങ്കിൽ CPI-യും മറ്റിടത്ത പക്ഷ സംഘടനകൾ കൂടി ശക്തമായിട്ട് നടത്തിയിരുന്നു ഈ ഒരു പ്രചരണം. അപ്പൊ ഈ പ്രചരണത്തിലൊന്നും ക്രൈസ്തവ സമൂഹം വീണിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ വേണം
ഞാൻ പറയാം. കൃത്യമായിട്ട് ക്രിസ്ത്യൻ യുവജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നു, രാജ്യത്തിന്റെ പുരോഗതി ആരുടെ ഭാഗത്ത് നിന്നാണ് അല്ലെങ്കിൽ ഏത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇത് കാണുന്ന സമയത്ത് അറിയാം, ഇവിടെ നിന്ന് ഒരുപാട് വർഷങ്ങളായിട്ട് മത്സരിച്ച് വിജയിച്ചു പോകുന്ന ഒരു MP-മാരും നമ്മുടെ നാടിന്റെ വികസനത്തിന് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ഘട്ടങ്ങളിലും ഒരു കാര്യവും ഒരു ചുക്കോ ചുണ്ണാമ്പിനോ കൊള്ളാത്ത ആളുകൾ തന്നെയാണ്. ഇവർ ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല എന്ന് ഇവിടുത്തെ ക്രൈസ്തവ ജനവിഭാഗത്തിലെ യുവതി യുവാക്കൾക്ക് ബോധ്യപ്പെടുന്നു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇത്തവണത്തെ പാർലമെന്റ് ഇലക്ഷനിൽ പത്തനംതിട്ട ആയിക്കോട്ടെ, തിരുവനന്തപുരം ആയിക്കോട്ടെ, കോട്ടയം ആയിക്കോട്ടെ, എല്ലാ സ്ഥലങ്ങളിലും സംഘടിതമായിട്ട് ഈ തൃശ്ശൂർ അടക്കമുള്ള പാർലമെന്റ് മണ്ഡലങ്ങളിൽ ക്രിസ്ത്യൻ സമൂഹം BJP വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് വിവരങ്ങൾ. ഈ BJP വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലപ്പുഴ പോലെയുള്ള മണ്ഡലങ്ങൾ എടുത്ത് നോക്കുമ്പോൾ 2014 വെറും 40,000-നും 50,000-നും ഇടയിൽ മാത്രം വോട്ട് ഉണ്ടായിരുന്ന BJP അവിടെ 2019 ആ വോട്ട് ഷെയർ 1,80,000-നും 60,000-നും ഇടയിലേക്കാക്കി മാറ്റുന്നു. അപ്പൊ ഇതെല്ലാം ഒരു വലിയ ചരിത്രം തന്നെയാണ്. പക്ഷെ ഇത്തവണ BJP അവിടെ കൃത്യമായിട്ട് ഒരു കരുത്തുറ്റ BJPയുടെ ഒരു പ്രധാനപ്പെട്ട തീപ്പൊരി നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ നിർത്തുകയും അതുവഴി ഈഴവ വിഭാഗത്തിൽ നിന്ന് വലിയ തരത്തിൽ ഉയർന്നു വന്ന ശോഭാ സുരേന്ദ്രനെ പോലെ മികച്ച ഒരു BJP നേതാവിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള ഇടതുപക്ഷത്തിലേക്കും കോൺഗ്രസിലേക്കും പോകുന്ന ആലപ്പുഴയിലെ ഈഴവ സമൂഹത്തിന്റെ വോട്ട് വലിയ ഒരു വിഭാഗം BJP നേടിയെടുത്തിരിക്കണം. അപ്പോൾ ഇതെല്ലാം കണക്കാക്കുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്രിസ്ത്യൻ ഈഴവ സമൂഹത്തിലെ ഒരു സംഘടിതമായിട്ടുള്ള അവരുടെ വോട്ട് ബാങ്കിന് ഇവിടെ ഒരു വിള്ളൽ ഉണ്ടായിരിക്കുന്നു. ആ വിള്ളൽ ഉണ്ടാക്കിയത് BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും കൃത്യമായിട്ടുള്ള വികസന മാർഗരേഖകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആലപ്പുഴ പോലെയുള്ള മണ്ഡലങ്ങളിൽ ഇസ്ലാമിക ഭീകരവാദികൾ, പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകൾ ഇവരെല്ലാവരും വലിയ തരത്തിൽ സംഘടിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലം കൂടി. അപ്പോൾ ഈ മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെയുള്ള ഹിന്ദു സമൂഹത്തിന്റെ ഇടയിൽ നമ്മുടെ പ്രധാനമായിട്ട് രഞ്ജിത്ത് ശ്രീനിവാസൻ അടക്കമുള്ള BJPയുടെ നേതാവിന്റെ കൊലപാതകം അടക്കം, അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ കൊലവിളി മുദ്രാവാക്യങ്ങൾ അടക്കം കോടതിയിൽ പോയി അതിലൊക്കെ കൃത്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങുന്ന വധശിക്ഷ പോലും രഞ്ജിത്ത് ശ്രീനിവാസന്റെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ ഭീകരവാദ പ്രതികൾക്ക് നേടിക്കൊടുക്കാനൊക്കെ നമ്മുടെ ജുഡീഷ്യറിക്ക് സാധിച്ചിരിക്കുന്നു. അതോടൊപ്പം മറ്റ് കേസുകളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളവും. കേരളത്തെ സംബന്ധിച്ച് ഇവിടെയുള്ള ജനങ്ങൾ വ്യക്തമായിട്ട് മിക്ക തിരഞ്ഞെടുപ്പുകളും LDF-നെയും UDF-നെയും പിന്തുണച്ചെങ്കിൽ ആ പിന്തുണ ഞങ്ങൾ മാറ്റിയിരുന്നു. ആദ്യം ഇടത് വലത് എന്നുള്ള ചിന്താഗതി എന്നുള്ള സംഭവം മാത്രമായിരുന്നു. ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ വട്ടം അതിന് മാറ്റം ഉണ്ടായിരിക്കുന്നു. ആ മാറ്റം BJPയുടെ പ്രധാനപ്പെട്ട സംഘടനാ സംവിധാനങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി ഓരോ ഘട്ടങ്ങളിലും, മണിപ്പൂരാണെങ്കിലും ഏത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഏത് സംഘർഷങ്ങളാണെങ്കിലും ഇതൊക്കെ താൽക്കാലികമായിട്ടും പ്രാദേശികമായിട്ടും ഉടലെടുക്കുന്ന വിഷയങ്ങളാണെന്നും ഇതൊന്നും ദേശീയ തലത്തിലോ അല്ലെങ്കിൽ ഇവിടുത്തെ ദേശീയ ജനതയായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് BJPക്ക് സാധിച്ചു. ഈ സാധിക്കൽ അല്ലെങ്കിൽ ഇതിനെതിരെയുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ UDF-ഉം LDF-ഉം ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി BJP ഇവിടെ പൊൻതാമര വിധിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള വിഷയം. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും പറയും ഇതൊക്കെ വെറുതെ ചുമ്മാ പറയുന്ന കാര്യമല്ലേ, ഇതൊന്നും നടപ്പിലായിട്ടില്ല. പക്ഷേ ഈ വട്ടത്തെ വോട്ടിംഗ് ശതമാനം എല്ലാം എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ ഓരോ വോട്ടറുടെയും അവരുടെ സ്വഭാവ രീതിയെല്ലാം പ്രതികരണങ്ങളെല്ലാം എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ സംഘടിതമായിട്ട് ബൂത്തുകളിലേക്ക് പോകുമ്പോഴെല്ലാം അറിയാം ഇവിടെ ഒരു മാറ്റത്തിനുള്ള അലയടികൾ കൃത്യമായിട്ട് നടന്നുകൊണ്ട് ഇരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ആ നടപടികൾ അല്ലെങ്കിൽ ആ ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് BJPക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു. അതിന്റെ പേരിലാണ് ക്രിസ്ത്യൻ ഈഴവ സമൂഹത്തിന്റെ വലിയ ഒരു വിഭാഗം വോട്ട് അത് ഇവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയ ഒരു ചരിത്രമായിരിക്കുകയാണെന്നുള്ളത് യാതൊരു തർക്കമില്ല. വിപിലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.